യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് റവറൻഡ് എൻ രാജൻ. ഞാൻ ആനാട് വട്ടവള ഭാഗത്താണ് താമസിക്കുന്നത്. ഭാര്യ, 2 മക്കളുണ്ട്. മോള് നേഴ്സിങ്ങിന് പഠിക്കുന്നു, ബാംഗ്ലൂരാണ്. മകൻ +2 ആനാട് സ്കൂളിൽ പഠിക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് അരുവിക്കര ഭാഗത്തുള്ള സെൻറ്റ് പീറ്റർ, സെൻറ്റ് പോൾ, അങ്ങനെ 2 ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. 2006 മുതലാണ് ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വരുന്നത്. കുഞ്ഞുനാളിൽ ദേവാലയവുമായിട്ടൊരു ബന്ധമുണ്ട്. മാതാപിതാക്കൾ ആത്മീയ പശ്ചാത്തലത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ അവരോട് കൂടെ ഉള്ള ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു ദൈവ വേലയിലേക്ക് വരണമെന്നുള്ളൊരാഗ്രഹം എനിക്ക് ഇല്ലായിരുന്നു. മാതാപിതാക്കൾ അങ്ങനെ ഒരു സമർപ്പണം അല്ലെങ്കിൽ മകനെ ശുശ്രൂഷയ്ക്ക് വിടാമെന്നുള്ള ഒരു നേർച്ചയോ എനിക്കങ്ങനെ ഒരു ഡെഡിക്കേഷനോ ഇല്ലായിരുന്നു. ആരാധനകളിലൊക്കെ പങ്കെടുക്കും, സൺഡേ സ്കൂൾ, ഇതര കാര്യങ്ങളിൽ, യൂത്തിലൊക്കെ പങ്കെടുക്കുമെങ്കിലും ഇങ്ങനെ ഒരു പുരോഹിതനാകണമെന്നോ ഒരു ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്ക് ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ സിനിമാ ഫീൽഡിലേക്കായിരുന്നു എൻ്റെ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സ് രംഗത്തിലും ഇത്തിരി കമ്പമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 എൻ്റെ സുഹൃത്ത്, എൻ്റെ മാതൃസഭ എന്ന് പറയുന്നത് മകുടകരി CSI പള്ളിയാണ്. അപ്പോൾ അവിടെ ആയിരുന്ന സമയത്താണ് ഈ സുവിശേഷ വേലയിലേക്കുള്ള പ്രചോദനം വരുന്നത്. പക്ഷേ അതിനു മുമ്പ് മകുടകരി പള്ളിയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ഉപദേശിയാർ CSI സഭയിൽ, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, സഹോദര, താങ്കൾക്കൊരു ദൈവവിളിയുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് ഞാൻ കാര്യമാക്കില്ല. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ സാറ ചിരിച്ചതുപോലെ ഞാനും ചിരിച്ചു. അതിനുശേഷം ഞാൻ വിവാഹം കഴിഞ്ഞു. ഭാര്യയുടെ മാതൃസഭയായ പഴകുറ്റി ഭാഗത്തുള്ള തിരുച്ചിറ്റൂർ CSI പള്ളി, അവിടേക്ക് വിവാഹത്തിന് ശേഷം ആദ്യമായിട്ട് പോകുമ്പോൾ അവിടുത്തെ ശുശ്രൂഷകനായിരുന്ന അദ്ദേഹം, എൻ്റെ പേരെനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, അദ്ദേഹം എന്നെയും വൈഫിനെയും വിളിച്ച് ദേവാലയത്തിൻ്റെ പിന്മുറിയിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്ക്, സഹോദര, താങ്കൾക്കൊരു ദൈവവിളിയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാനത് കാര്യമാക്കിയില്ല. അപ്പോൾ ഈ 2 വ്യക്തികളാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നവർ. ഒരു ദൈവവിളിയുണ്ട് എന്നുള്ള ഒരു സത്യം അവരാണ് എന്നെ അറിയിക്കുന്നത്. അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞു. 2 കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴാണ് 2001 വിവാഹം കഴിയുന്നു. 2006 ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, പാസിറ്റോൺ എന്ന ഒരു മിനിസ്ട്രിയിൽ, ILBC, ഇന്ത്യ ലൂതറൻ ബൈബിൾ ചർച്ചിൽ, അവിടെ ഒരു സഭ തുടങ്ങിയിട്ടില്ല, വീട്ടിൽ വെച്ചാണ് ആരാധന, അവിടെ താൽക്കാലികമായിട്ടൊന്ന് പോയി ആരാധന നടത്തുമോ, സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ താൽക്കാലികമല്ലേ എന്ന് കരുതി ഞാൻ ആ ഭാഗത്തിലേക്ക് പോയി. ഒരു വീട്ടിൽ വെച്ചാണ് ആരാധന കഴിക്ക് പോയി, വേറൊരാൾ വന്ന് ആരാധന നടത്തും, ഞാനൊരു കൊച്ചു മെസ്സേജ് പറയും, തിരിച്ചു വരും. അങ്ങനെ ചില ആഴ്ചകൾ കഴിഞ്ഞു. അതിനുശേഷം ചെമ്പഴന്തി ഭാഗത്ത് ഈ ലൂതറൻ, അതായത് പാസിറ്റോൺ എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ കീഴിൽ ILBC, ഇന്ത്യ ലൂതറൻ ബൈബിൾ ചർച്ചിൻ്റെ കീഴിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ചെമ്പഴന്തി ഭാഗത്ത് ഒരു ലൂതറൻ ചർച്ചുണ്ട്, സെൻറ്റ് മാത്യു ലൂതറൻ ചർച്ച്. അവിടുത്തെ ശുശ്രൂഷനായിരുന്ന റവറൻഡ് ഫെർട്ടാഡോ അച്ഛൻ, അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ എന്തോ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പോയപ്പോഴാണ് അവിടുത്തെ ഭവനാരാധനയിലേക്ക് എന്നെ ക്ഷണിച്ചത്, ഒരു ട്രെയിനിങ് പീരീഡ് എന്ന രീതിയിൽ. അപ്പോൾ ഞാൻ അവിടേക്ക് 2-3 ആഴ്ച ഭവനാരാധന നടത്തി. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു പോസിറ്റീവ് റിപ്പോർട്ടായിരിക്കും. അവിടുത്തെ ശുശ്രൂഷകർ പറഞ്ഞു, കുഴപ്പമില്ല, ഈ ദേവാലയത്തിൽ, അതായത് ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യണം എന്ന്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ശുശ്രൂഷ ആരംഭിക്കുന്നത്. എങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കതിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു മനസ്സ്. അതിൻ്റെ പ്രധാന കാരണം, അന്നെനിക്ക് വാഹനമൊന്നുമില്ല, ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ബസ്സിൽ യാത്ര ചെയ്ത് ഭവനാരാധന, ഞായർ ആരാധനയൊക്കെ നടത്തുന്നുണ്ട്. ഒരിക്കൽ ഒരു ശനിയാഴ്ച ഭവനാരാധന കഴിഞ്ഞ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അരുവിക്കര ദേശത്ത് സെൻറ്റ് പോൾ ലൂതറൻ ചർച്ചിൽ ഭവനാരാധന കഴിഞ്ഞു ഞാൻ നടന്നു വന്നപ്പോൾ രാത്രി ഒരു 8 മണിയാവും. അപ്പോൾ ആ ഭാഗത്തിൽ വെച്ച് ഒരു
ആ ദേശത്തിലുള്ള ഒരു വ്യക്തി തന്നെ, അതായത് ആ സഭയിൽ വരുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവാണ്. അദ്ദേഹം എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി. അദ്ദേഹം പറഞ്ഞു, നാളെ മുതൽ ഈ ദേശത്തെങ്ങാനും കണ്ടാൽ കാലിൻ്റെ മുട്ട് തല്ലിയൊടിച്ച് ഇവിടെ ഇടും. അപ്പോൾ അതെനിക്കൊരു വിഷമമായി. ഞാൻ നടന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചിന്തിച്ച്, ഈ അരുവിക്കര ദേശത്ത് കിടന്ന് തല്ലുകൊണ്ട് മരിക്കണതിനേക്കാളും വീട്ടിൽ കിടക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വേറെ വഴി നോക്കാമെന്ന് മനസ്സിൽ കരുതി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സുവിശേഷ വേല എനിക്ക് പറ്റിയതല്ല എന്ന് ചിന്തിച്ച് ഞാൻ പോവുകയാണ്. എന്തായാലും പിറ്റേന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദൈവാലയത്തിലേക്ക് വന്നു. ആരാധന കഴിഞ്ഞു. ഈ പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത്, ഞങ്ങളുടെ ആലയത്തിൽ നിന്ന് കുറച്ച് മുകളിലാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ വരുന്നൊരു കുടുംബമുണ്ട്. ആ വീട്ടിലേക്ക് കയറി വിസിറ്റിംഗാണ്. കയറി കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ ഈ വ്യക്തി ആ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹം എന്നെ വിളിച്ച്, സാറേ വരണം, സുഖമാണോ? അപ്പോൾ എനിക്കൊരു അത്ഭുതമായിപ്പോയി. കഴിഞ്ഞ ദിവസം എൻ്റെ കാലിൻ്റെ മുട്ട് തല്ലിയൊടിക്കും ഈ പ്രദേശത്ത് വന്നാൽ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ സാറേ വരിക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലായി. എനിക്ക് തോന്നിയത് ഇദ്ദേഹം എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എന്തായാലും എന്തൊരു തരും, നല്ല അടി തരാനായിരിക്കുമെന്ന് മനസ്സിൽ ചിന്തിച്ചു. എന്തായാലും സാവധാനം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം മകളോട് പറഞ്ഞ്, സാറിന് കട്ടൻ ചായ ഇട്ട് ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനന്ന് മനസ്സിലാക്കിയത് ഇതാണ്, ഏത് ശത്രുവിനെയും മിത്രമാക്കുവാൻ കഴിയുന്നതാണ് ദൈവസ്നേഹമെന്നും മൃഗതുല്യമായി കഴിയുന്ന മനുഷ്യനെയും അവനെ മനുഷ്യ സ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ അത് വീണ്ടും എനിക്ക് കുറച്ചുകൂടി ഒരു പ്രത്യേക ഉത്തേജനം, ആത്മീയമായൊരു ഉത്തേജനം തന്നു. അപ്പോൾ എങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ശുശ്രൂഷ ഫീൽഡ് വിടുവാനുള്ള ഒരു മനസ്സെനിക്ക് വന്നു. എങ്കിലും എൻ്റെ സഹപ്രവർത്തകർ ചേർത്ത് നിർത്തി. അപ്പോൾ അതിന് ശേഷം പിന്നീടാണ് ഞാൻ ഒരു തീരുമാനമെടുത്തത്, എന്തായാലും ഇത് നല്ലതാണ്. എനിക്ക് ആ സാഹചര്യത്തിൽ ISRൽ ചെറിയൊരു ടെമ്പററി ആയിട്ടൊരു ജോലിയുണ്ട്, അതുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങ് പോകാമെന്നാണ് കരുതിയത്. അതിനുശേഷം സഹപ്രവർത്തകരുടെ പ്രാർത്ഥനയും അവരോടുള്ള നല്ല മനോഭാവവും സഹകരണവും ഒക്കെയാണ് ഈ സുവിശേഷ വേലയിലേക്ക് വീണ്ടും എന്നെ പിടിച്ചു നിർത്താൻ ഇടയായിത്തീർന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ജീവിതമെന്ന് പറയുന്നത് ദൈവമായിട്ട് കൂടുതലൊരു ഡെഡിക്കേഷൻ ഇല്ലാത്ത, അതായത് ആരാധനയ്ക്ക് പോകും, സൺഡേ സ്കൂൾ കാര്യങ്ങളിലൊക്കെ പോകും, എങ്കിലും എന്നെ ദൈവമാണ് വിളിച്ചത്. എനിക്കൊരു തീരുമാനമോ എൻ്റെ ഫാമിലിക്കൊരു തീരുമാനമോ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ സുവിശേഷ വേലയിലേക്ക് വന്നപ്പോൾ ഞാൻ ഓർത്ത രണ്ട് കാര്യങ്ങളാണ്, രണ്ട് വ്യക്തികളെയാണ് ഞാൻ ഓർത്തത്. ഒന്ന്, എൻ്റെ മാതൃസഭയിൽ എന്നോട് ശുശ്രൂഷ ചെയ്തിരുന്ന ഹാരിസ് എന്ന് പറയുന്ന അദ്ദേഹവും, എൻ്റെ ഭാര്യ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന CSI സഭയിലെ, തിരുച്ചിറ്റൂർ CSI സഭയിലെ ശുശ്രൂഷകനും, അവർ പറഞ്ഞ വാക്കുകൾ എൻ്റെ ജീവിതത്തിലേക്ക് ഓർമ്മ വന്നു. കാരണം ശൗല് പോയത് ദൈവം ഇഷ്ടമില്ലാത്ത വഴിയാണ്, ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവനെയാണ്. അപ്പോൾ ശൗലിനെ പിടിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിന് ഈ ബലഹീനനായ എന്നെയും പിടിക്കുവാൻ ഒരു പ്രയാസമില്ല എന്ന് മനസ്സിലാക്കി. പക്ഷേ ഇവരെന്നെ ഈ ദൈവഭാഗത്തിലേക്ക് കൊണ്ടുവരും, ദൈവവിളി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴൊക്കെയും ആ ഭാഗത്തിലൊക്കെ ഞാൻ ചിന്തിച്ചത് എൻ്റെ കാര്യത്തിൽ ദൈവം തോറ്റുമാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവിടെ ദൈവം തോറ്റില്ല, തോറ്റുപോയത് ഞാനാണ്. കാരണം ദൈവം വിളിച്ച വഴിയെ വരുവാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ദൈവവിളി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല. ദൈവത്തിന് ആരെങ്കിലും ഇഷ്ടമുണ്ട് എങ്കിൽ ദൈവം ആ വ്യക്തിയെ തീർച്ചയായിട്ടും അത് ഏത് വഴിയെ തിരിഞ്ഞു പോയാലും ആ വഴിയിൽ നിന്നും ദൈവത്തിൻ്റെ പാതയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ പ്രവൃത്തിയും ആലോചനകളും കാര്യങ്ങളെല്ലാം വേറൊരു വഴിയാണെങ്കിൽ അത് ദൈവത്തിന് ആ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൊണ്ടുവരും. അതാണ് വചനം പറയുന്നത് പോലെ, ആകാശത്തിന് നക്ഷത്രങ്ങളിടയിൽ കൂടുവച്ചാലും സമുദ്രത്തിൻ്റെ ആഴത്തിൽ പോയി പാർത്താലും ദൈവത്തിൻ്റെ കരത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്നും നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പം അതിന് നല്ലൊരു ഉദാഹരണമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ 2006 പാസിറ്റോൺ മിനിസ്ട്രിയിൽ ILBCയിലേക്ക് പ്രവർത്തനം തുടങ്ങി. 2018 ഞാനൊരു പുരോഹിതനായിട്ട് തീരുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ ഈ നാളുകളിലൊക്കെയും ജനത്തിൻ്റെ ഇടയിൽ എന്നാൽ ദൈവം തന്നിരിക്കുന്ന കഴിവനുസരിച്ച്, പ്രാഗൽഭ്യമനുസരിച്ച്, എൻ്റെ ആരോഗ്യമനുസരിച്ച് പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി. ഇതിനിടയിലൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ച കാര്യം, എന്നേക്കാളും കഴിവുള്ള എത്രയോ പേരുണ്ടായിരുന്നു, എന്നേക്കാൾ ആരോഗ്യമുണ്ടായിരുന്ന, എന്നേക്കാളും വിദ്യാഭ്യാസത്തിൽ മുന്നേറിയ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ചിന്തിച്ച ഒരു കാര്യം, കർത്താവ് യാത്ര ചെയ്തപ്പോൾ വിദ്യാഭ്യാസമ്പന്നരെയും
സൗന്ദര്യമുള്ളവരെയോ ആരോഗ്യവാന്മാരെയോ ആരെയല്ല, ദൈവത്തിന് തോന്നിയ ബലഹീനരായ മനുഷ്യരെയാണ് ദൈവം വിളിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ അവർക്കുണ്ടായ ഒരു മാറ്റം ചെറുതല്ലായിരുന്നു, അത് വലുതായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ഞാനും മനസ്സിലാക്കി. എന്നെയും ദൈവം വിളിച്ചത് അത്തരത്തിലുള്ള ഒരു ശുശ്രൂഷയ്ക്കായി എന്ന്. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചത് കാര്യം, ഞാൻ നേരത്തെ ആഗ്രഹിച്ച സിനിമാ ഫീൽഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡിലേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകം എന്നെ അറിയുമായിരിക്കും, പക്ഷെ ദൈവം എന്നെ അറിയത്തില്ലായിരിക്കും, ദൈവം എന്നെ മറന്നു പോകുമായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് 100% അതിലധികം വളരെ സന്തോഷവും വളരെ നന്മയുള്ളതുമായിരുന്നു. ഈ ശുശ്രൂഷാ വേളയിൽ ഭാരപ്പെടുത്തുന്നതും വേദനിക്കുന്നതും ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നുവെങ്കിലും അതിലൊന്നിലും വീണു പോകാൻ ദൈവം ഇടയാക്കിയില്ല. ഇന്നുവരെയും നിൽപ്പാൻ ദൈവം അവിടുന്ന് സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതും ജീവിതം ഈ ഭൂമിയിൽ എത്ര നാൾ ദൈവം തരുന്നോ അതുവരെ കർത്താവിൻ്റെ വേലയിൽ, അത് ഉയർച്ചയിലായിരുന്നാലും താഴ്ചയിലായിരുന്നാലും വേദനയിലായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും ഇതിനപ്പുറം വേറെ ഒന്നും ഇല്ല എന്നും ഈ ശുശ്രൂഷയ്ക്കപ്പുറം ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് തൊട്ടറിയാനായിട്ട് സാധിക്കും. ഒരുപാട് പേരുടെ കണ്ണുനീര്, ഒരുപാട് പേരുടെ വേദനകൾ അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരെക്കാൾ എത്രയോ മുകളിലാണ് ദൈവം നമ്മെ ഉയർത്തിയിരിക്കുന്നതെന്നുള്ള ഒരു സത്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടേക്കാളും മുകളിലുള്ളവരെക്കാളും നമ്മുടെ താഴെ താമസിക്കും, നമ്മളെക്കാളും താഴ്ന്ന ജീവിതത്തിൽ താമസിക്കുന്നവരെ നോക്കുമ്പോഴാണ് നമ്മളെത്രയോ മുകളിലെന്ന് നമുക്ക് തോന്നാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ ഒന്നുമല്ല, അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. അതാണ് ഈ സ്റ്റേജ് വരെയും എന്നെ എത്തിക്കുവാൻ ദൈവം സഹായിച്ചത്. അത് വളരെ സന്തോഷമാണ്, വളരെ ദൈവത്തിന് നന്ദിയാണ്. അതുമാത്രമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹപ്രവർത്തകരുണ്ട്, മാതാപിതാക്കളുണ്ട്, കുടുംബം, ഇവരെയൊക്കെയും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവസ്നേഹമെന്ന് പറയുന്നത് ചെറുതല്ല, അത് ഏറ്റവും വലുതാണ്. പക്ഷേ ഈ ദൈവസ്നേഹത്തിലേക്ക് ഇന്ന് തലമുറ കടന്നു വരുന്നത് വളരെ ചുരുക്കമാണ്, വളരെ വിരളമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, പഴയ കാലം പോലെയല്ല. പഴയ കാലത്തിൽ ആഹാരമായിരുന്നാലും വസ്ത്രമായിരുന്നാലും താമസിക്കാനുള്ള പാർപ്പിടങ്ങളായിരുന്നാലും വളരെ പ്രയാസകരമായ അനുഭവമാണ്. അപ്പോൾ അന്നത്തെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പഴയ കാലത്തുള്ളവർക്ക് ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള സമയമുണ്ട്. അവർക്ക് കഷ്ടതയുള്ളത് കൊണ്ട് അവർ പ്രാർത്ഥിക്കും. പക്ഷെ ഇന്നത്തെ തലമുറ അതല്ല, അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, കാശുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളത് വന്നപ്പോൾ കുറേശ്ശെ ദൈവത്തെ മറക്കുവാൻ അവർക്കിടയായിത്തീരുന്നു. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയും. ദൈവസ്നേഹം അവരില്ലാതെ പോകുന്നു. അത് എവിടെ നോക്കിയാലും കാണാം. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നില്ല. ദൈവസ്നേഹം മനുഷ്യനിൽ ഇല്ലാതെ പോകുന്നതിൻ്റെ ഫലമാണ് സമൂഹത്തിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും സഭകളിലായിരുന്നാലും നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവസ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, സഭകൾ തമ്മിലുള്ള പോരാട്ടം അല്ലെങ്കിൽ ചേരിതിരിവോ സമൂഹത്തിലായിരുന്നാലും ഭവനങ്ങളിലായിരുന്നാലും അതുണ്ടാകും. അപ്പോൾ ദൈവസ്നേഹം എത്രത്തോളം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ദൈവസ്നേഹത്തിലേക്ക് വരാം? അവർക്ക് നൽകിയിരിക്കുന്നതായ ദൈവം നമ്മോട് സംസാരിക്കുന്നതായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വചനങ്ങൾ വായിക്കുവാനോ ഉൾക്കൊള്ളുവാനോ മനുഷ്യന് താല്പര്യമില്ല. അവർ ആ വഴിയേ പോകുന്നില്ല. അവർ ഈ ലോകത്തിൻ്റെ പല വികസനപരം കാര്യങ്ങളും കണ്ടെങ്കിലും ഈ ലോകത്തിൻ്റെ പലവിധമായ കാര്യങ്ങളും കണ്ട് അവരതിലേക്ക് ഓടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവഭാഗത്തിലേക്ക് ജീവിക്കുമ്പോൾ ഒരു ടൈം ടേബിളുണ്ട്, ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്ക് തെറ്റി ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പുറത്തേക്ക് ചാടിയാൽ ഏത് വഴിക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം. അത് മനുഷ്യന് ആഗ്രഹമില്ല, ഏകദേശം ജനത്തിന്. അപ്പോൾ ആഗ്രഹം ദൈവഭാഗത്തിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ വഴിയെ എല്ലാവരും വരുവാൻ ഉള്ള താല്പര്യവുമുണ്ട്. അതായത് എന്നെ പിടിച്ച അതേ ദൈവം ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ ദൈവഭാഗത്തിലേക്ക് വിളിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൗലിനെ പിടിച്ചത് ശൗലിനെ ഇല്ലാതാക്കാനല്ല, നശിപ്പിക്കാനല്ല, അവനെ ഒരു പുതിയ പാത്രമാക്കി ഉയർത്താനാണ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അവനെ വിളിച്ചതാണ് ശൗലിനെ. അതുപോലെ നമ്മയും വിളിക്കുന്നത്
നശിപ്പിക്കാനോ ഇല്ലായ്മ ചെയ്യുവാനോ അല്ല, ഒരു പുതിയ പാത്രമാക്കി മാറ്റുവാനാണ്. അതായത് ഒരു ആയുധശാലയിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തെ അവിടുത്തെ ആ കൊല്ല പണിക്കാരൻ എടുത്തതിനൊരു പുതിയ മൂർച്ചയുള്ള ആയുധമാക്കി തീർക്കുന്നു. അത് പിന്നീട് വലിയ പ്രയോജനമുള്ള ആയുധമായിരിക്കും. അതുപോലെയാണ് ദൈവം എന്നെയും എന്നെ പോലെയുള്ള അനേകരെ കർത്താവിൻ്റെ വഴിയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ ഇനിയും വിളിക്കും. കർത്താവിന് ആഗ്രഹമുള്ള എല്ലാവരെയും, ഒരിക്കലും ദൈവഭാഗത്തു നിന്ന് ആര് ഓടിപ്പോയാലും ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കൊണ്ടുവരും. ദൈവത്തിൻ്റെ സിമ്പിളാണ് കൊണ്ടുവരാൻ. പക്ഷെ നമ്മൾ ആ ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുമ്പോഴാണ്, അത് രുചിച്ചറിയാൻ പാടാണ്, രുചിച്ചറിയുമ്പോഴാണ് ആ ഒരു സന്തോഷം. അപ്പോൾ അവിടെ കഷ്ടതയായിരുന്നാലും കണ്ണുനീരായിരുന്നാലും ആ സ്നേഹം അറിയുമ്പോഴാണ് നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിലേക്ക് പ്രവേശിക്കുക, ഒരു പ്രത്യാശയുടെ ഒരു ജീവിതം നമുക്ക് കിട്ടുന്നത്, അനുഭവിക്കുവാനും ഇടയായിത്തീരുന്നത്. പുരോഹിതനായി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വീട്ടിലിരുന്നിങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നെക്കുറിച്ചുള്ള മോശമായിട്ടുള്ളതല്ല, എൻ്റെ പ്രവർത്തനത്തിലൊരു ചെറിയൊരു വൈകല്യം ഉണ്ടെന്ന്. അപ്പോൾ അതെന്നെ മാനസികമായിട്ട് വളരെ ഭാരപ്പെടുത്തി. അപ്പം ഞാൻ ആ വീട്ടിലിരുന്ന് കരയേണ്ട ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പോൾ എങ്കിലും ഞാൻ ഈ സുവിശേഷ വില വിട്ടു പോകാൻ മനസ്സ് കാണിച്ചില്ല. എൻ്റെ മനസ്സ് ഒരു വല്ലാത്ത അവസ്ഥയിലായപ്പോൾ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞപ്പോൾ അദ്ദേഹം, ആ വീട്ടിലെ കുടുംബനാഥനും അവർ പറഞ്ഞ്, വേണ്ട, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, ദേവാലയവുമായിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ ഞാൻ ആ ഭാഗത്തിൽ എനിക്ക് പോകാൻ മനസ്സ് കാണിച്ചില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കുടുംബനാഥ ദേവാലയത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് വളരെ സ്നേഹത്തോടും ക്ഷമയോടും വളരെ വേദനയോടുകൂടി ഒന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്ന ദിവസം അച്ഛനോട് കൂടെ പറഞ്ഞ ചില വാക്കുകൾ അതൊരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു, അതെന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വേദന ഉണ്ടെങ്കിലും ഞാൻ പിന്നീട് അത് പുറത്തിറങ്ങി മറന്നു, മനസ്സിലില്ല. അപ്പം ഞാൻ പറഞ്ഞത്, കുഴപ്പമില്ല, മനുഷ്യനാണ്, തെറ്റുകൾ പറ്റാം, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടാകും, പക്ഷെ നിങ്ങൾ എന്നോട് ക്ഷമ ചോദിക്കേണ്ട, ഞാൻ നിങ്ങളോട് അത്ര വലിയ തെറ്റൊന്നും ചെയ്യില്ല, നിങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. അങ്ങനെയുള്ള അനുഭവം അതിനുശേഷം ആ കുടുംബം പിന്നെ നല്ലൊരു സ്നേഹബന്ധത്തിൽ വരാനിടയായിത്തീർന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കൊരു പശ്ചാത്താപം വേണമല്ലോ, നമുക്ക് ദൈവത്തോടൊരു അനുരഞ്ജനം വേണം. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് നമുക്ക് സ്നേഹബന്ധത്തിൽ പോകാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ പറയുന്നത്, ദൈവസ്നേഹമാണ് എല്ലാറ്റിനും വലുത്, അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ, ഏത് ശത്രുവിനെയും മിത്രമാക്കുവാൻ ദൈവസ്നേഹമുണ്ടെങ്കിൽ നമുക്കത് സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രാർത്ഥന, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുക എന്നതാണ്. ദൈവത്തിന് എന്തെങ്കിലും നമ്മോട് പറയാനുള്ളത് ദൈവം തിരുവചനത്തിൽ കൂടി നമ്മോട് അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രോഗം വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും കഷ്ടത വരുമ്പോഴോ മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ആഹാരം എന്ന വണ്ണം ഒരു ദൈവ പൈതലിന് പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥന ഇല്ലാതെ പോകുമ്പോൾ ശത്രു അതിക്രമിച്ച് കയറാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വചനം വായിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, മറ്റ് സുവിശേഷപരമായ കാര്യങ്ങളിലും ശുശ്രൂഷപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടെങ്കിലും പ്രാർത്ഥന ജീവിതത്തിലില്ല എങ്കിൽ ആ ഗ്യാപ്പിൽ ശത്രു കയറാൻ സാധ്യത ഉണ്ട്. നമ്മളെ ബലഹീനത പെട്ടെന്ന് മനസ്സിലാക്കി അവിടേക്ക് പോകും. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥനയാലല്ലാതെ ഈ ശത്രു ഒന്നും നമ്മെ വിട്ടു പോകില്ല, ഏത് പ്രശ്നങ്ങളായിരുന്നാലും. അപ്പോൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. പ്രാർത്ഥന കുറഞ്ഞു പോകുമ്പോൾ ജീവിതത്തിലും കുഴപ്പങ്ങളോ അല്ലെ പാളിച്ചകളോ ഒക്കെ സംഭവിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പുരോഹിത പദവിയിലേക്ക് വരുവാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് പഴയതിനേക്കാൾ ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞിരിക്കുകയാണ്.
വളരെ കുറച്ച് പേര് മാത്രമേ പുരോഹിതരായിട്ട്. കാരണം നമ്മളിന്ന് നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുന്നത് പുരോഹിത ഭാഗത്തു നിന്നുണ്ടാകുന്നതായ പല പാളിച്ചകളും ഒരുപക്ഷെ അതിന് കാരണമാകാം. പുരോഹിതരുടേതായ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്കുണ്ടാകുന്നതായ ദൈവ വഴി വിട്ടുള്ളതായ ചില ജീവിതങ്ങൾ നമുക്ക് സംഭവങ്ങൾ ഒരുപാടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് വരുന്ന തലമുറകൾ അതിലേക്ക് വരാനുള്ള ഒരു വൈമനസ്യം കാണിക്കുന്നുണ്ട്. അവർക്ക് വരുമ്പോൾ ഇതാണ് ചുറ്റുപാടുകൾ. പണ്ട് കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പുരോഹിതർക്ക് ഏത് ഭവനത്തിലേക്കും വളരെ ഫ്രീ ആയിട്ട് കയറിപ്പോകാം. പക്ഷേ ഇന്ന് അങ്ങനെ കയറിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്, ഒരുപാട് നിയന്ത്രണങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്ന ഈ സാഹചര്യത്തിൽ പുരോഹിതർ ദൈവഭാഗത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ഡെഡിക്കേഷൻ, നല്ലൊരു സമർപ്പണവും നല്ലൊരു പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭാഗത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വരുന്ന തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊരു പുരോഹിത പദവിയിലേക്ക് വരുന്നത് ഒരു പദവി കിട്ടി അതിലിരുന്നു കൊണ്ട് സുവിശേഷ വേല ചെയ്യാം എന്നുള്ളതല്ല. നമ്മൾ ഏറ്റവും താഴെത്തട്ടിലേക്ക്, ഏറ്റവും താഴ്ന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരണം. നമുക്ക് ഒരു പദവിയുണ്ട് അല്ലെങ്കിൽ പുരോഹിതനാണെന്ന് പറഞ്ഞ് നമുക്കൊരു അധികാരഭാവത്തോടെ സുവിശേഷ വേല ചെയ്യുവാനായിട്ട് ആരും തയ്യാറാകാതെ നമ്മൾ ഏറ്റവും എളിമയിൽ, ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതുപോലെ ക്രിസ്തു ഒരു നല്ല മഹാപുരോഹിതനായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ, കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ ആ ഒരു ദൈവസ്നേഹം നമ്മിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഒരു എളിമയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. നമുക്കവിടെ ഒരു അധികാരത്തിൻ്റെയോ ഒരു ഉയർച്ചയുടെ ഭാവത്തിൽ നിന്ന് താഴെത്തട്ടിലേക്ക് വരണം. അത് ഇന്നത്തെ തലമുറയ്ക്ക് അത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പുരോഹിത പദവിയിലേക്ക് വരുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രധാനം.